ഞാൻ വന്നിരിക്കുന്നത്. കല്യാണി എന്ന് പറഞ്ഞ് കൊച്ചു കുഞ്ഞിൻ്റെ ജീവൻ പൊലിഞ്ഞത് നമ്മൾ കണ്ടു. അതെങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു. സ്വന്തം അമ്മ തന്നെയാണ് ആ കുഞ്ഞിനെ പാലത്തിൽ നിന്ന് താഴേക്കെറിഞ്ഞ് പുഴയിലേക്കെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. ആ അമ്മയെ അതിന് പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും, അവരെ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്തായിരിക്കും എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം നമ്മൾ നെഞ്ച് നീറിയാലേ മനസ്സ് പെടഞ്ഞാണ് ഇങ്ങനെ ഒരു ന്യൂസ് കാണുന്നത്. സ്വന്തം അമ്മ തന്നെ എങ്ങനെ ഈ കുഞ്ഞിനെ, അത് 3 പ്രാവശ്യം മറ്റും ഇതിനു മുന്നും ആ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള, ആ കുഞ്ഞിനെ അതിൻ്റെ ജ്യേഷ്ഠനെയും കൊലപ്പെടുത്താനുള്ള പല കാര്യങ്ങളും ഇവർ ചെയ്തിരുന്നു എന്ന് പറയുന്നു. ഐസ്ക്രീമിൽ വിഷം കലർത്തി, അതുപോലെ ടോർച്ച് കൊണ്ട് തലക്കടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഒരമ്മ സ്വബോധത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമോ? ചെയ്തിട്ടുണ്ട്, സ്വബോധത്തിലാണ് അവരത് ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അവർക്കതിനുള്ള ശിക്ഷ നൽകിയിരിക്കണം. ഇനിയും അവരത് ചെയ്യാൻ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് അവരെ എന്താണ് കൊണ്ടെത്തിച്ചത് അതും തീർച്ചയായിട്ടും തിരിച്ചറിയണം. അതിനകത്ത് അവരെ ആ അമ്മയെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് കൊണ്ടെത്തിച്ചതിൽ ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരും ശിക്ഷ അനുഭവിക്കണം. കാരണം ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ സാഹചര്യങ്ങളെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു തെറ്റാ അമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഭർത്താവിൻ്റെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും അവരും ശിക്ഷയ്ക്ക് അർഹർ തന്നെയാണ്. ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിച്ചു വിട്ടു കഴിഞ്ഞാൽ പിന്നെ അവർ കൂടുതലും ഭർത്താവിൻ്റെ വീട്ടിലാണ് ജീവിക്കുന്നത്. അപ്പം ഭർത്താവിൻ്റെ ഭർത്താവിൽ നിന്നോ ആവശ്യമുള്ള സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരേ മെൻ്റൽ കണ്ടീഷൻ ആയിരിക്കണം എന്നില്ല. വളരെ മെൻ്റൽ സ്റ്റെബിലിറ്റി, മാനസിക നില വളരെ എന്താ പറയുക, ഒരു തുലാസിൽ എന്ന പോലെ ആയിട്ടുള്ളവരുണ്ടാവുക. ഒരു നൂൽപ്പാലം എന്ന് പറയുന്നത് പോലെ ഒരു വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള മാനസിക നിലയുള്ളവരുണ്ടാവാം. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വന്നാൽ പോലും ചിലപ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റുന്ന വരില്ല. ഇനിയും അതാണോ പ്രശ്നം? ഭർത്താവ് ഇന്നിപ്പോൾ കല്യാണിയുടെ അച്ഛൻ വളരെ സങ്കടത്തിലാണ് നമ്മൾ കണ്ടത്. അദ്ദേഹത്തിന് TV ന്യൂസ് ചാനലിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ആ സങ്കടത്തിനിടയ്ക്കും ഈ കുഞ്ഞ് മരിച്ചു കിടക്കുകയാണ്, അവിടെ എൻ്റെ കുഞ്ഞാണ് മരിച്ചു കിടക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ കുറ്റവും പറയുന്നുണ്ട്. അപ്പം അയാൾക്കും അതിനകത്ത് എത്രമാത്രം പങ്കുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടെത്തി അതിനാണ് ശിക്ഷിക്കേണ്ടത്. അല്ലാതെ അമ്മയെ മാത്രം ശിക്ഷിച്ച് അമ്മയ്ക്ക് തീർച്ചയായിട്ടും ശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പറയുന്നത്. മാനസികാസ്വാസ്ഥ്യം എന്ത് തെറ്റ് ചെയ്താലും സ്വന്തം കുഞ്ഞായതുകൊണ്ട് എന്ത് തെറ്റും ആ കുഞ്ഞിനോട്, അല്ലെ എന്ത് ക്രൂരത ആ കുഞ്ഞിനോട് കാണിക്കാവുന്നൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ കുഞ്ഞിനെ അവർക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളില്ലെങ്കിൽ അവരെന്തുകൊണ്ട് അത് ചെയ്തു എന്ന് കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ ഭർത്താവിൻ്റെ മറ്റുള്ളവരെയും പങ്ക് അതിനകത്ത് കണ്ടുപിടിക്കുകയും ചെയ്ത് ഇവർക്കെല്ലാവർക്കും ആവശ്യമായിട്ടുള്ള അർഹമായിട്ടുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ആ കുഞ്ഞുങ്ങൾക്കെതിരെ നേരത്തെയും കൊലപാതക ശ്രമം ഈ അമ്മ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ശ്രദ്ധയോ സ്നേഹമോ ഉള്ള ഒരു അച്ഛനായിരുന്നെങ്കിൽ ഒന്നുകിൽ ആ അമ്മയ്ക്ക് അങ്ങനെ അവസ്ഥ വരാതെ ശ്രദ്ധിച്ചേനേയും, അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് അതിന് വേണ്ട ചികിത്സ നൽകിയേനേയും. അതിന് പകരം അവരെ വീണ്ടും ഒരു മെൻ്റൽ ട്രോമയിലേക്ക് തള്ളിവിടുവാണോ ഇവർ ഉള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും അറിയേണ്ടത് തന്നെയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.